ഞാൻ പൊളിറ്റിക്കലൊന്നുമല്ല പറയുന്നത് കേട്ടാ. ഞാൻ എൻ്റെ സുഹൃത്ത് അയച്ചെന്നൊരു വീഡിയോ കണ്ടിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ കൈതൻ്റെ വീഡിയോ ഞാൻ കാണലേ ഇല്ല. സുഹൃത്ത് അയച്ച് തന്നത് കൊണ്ട് കണ്ടതാ. ഏത് നമ്മളെ മലനാടൻ കൈതൻ്റെ എങ്ങനെ വർഗീയത ഉണ്ടാക്കുക, എങ്ങനെ മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട, എന്താ പറയുക, ഒരു വൃത്തികെട്ടവനാവൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പറയേണ്ട സാഹചര്യമോ, ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ കൊന്നു നൈവം പറയുന്നത്. ഞാനിപ്പോൾ എനിക്കങ്ങനെ പറയാൻ പോലും ഇഷ്ടമല്ല. മനുഷ്യന്മാരെ ജാതിയും മതവും തിരിച്ച് പറയാൻ തന്നെ എനിക്കിഷ്ടമല്ലാത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇത് പറയുമ്പം പിന്നെ അത് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ, അതുകൊണ്ട് പറയുന്നേ. അപ്പോൾ അത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങിൻ്റെ ഒരു അജണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങ് കത്തിക്കയറി. പിന്നെ ഇവൻ പറയുന്നു ഞാൻ പൂനെയിലാണുള്ളത്, എനിക്കത് കണ്ടിട്ട് ഉറക്കം വന്നിട്ടില്ല, എന്താ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അതിനങ്ങ് എന്താ പറയുക, പരമാവധി മനുഷ്യൻ്റെ ഇടയിലേക്ക് എങ്ങനെയൊക്കെയാണോ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ഇത് കുത്തിത്തിരിക്കിട്ടാണ് പറഞ്ഞത്. എടാ മലനാടൻ കഴുതേ കാഷ്ടം ഭക്ഷിക്കുന്നവനെ, എന്നും ഇസ്ലാമിനെ വിറ്റ് നക്കി നടക്കുന്ന വൃത്തികെട്ടവനെ, നീ കണ്ടോടാ മിനിയാന്ന് പാലക്കാട് വെച്ചൊരു പാപം പിടിച്ച ഒരു മനുഷ്യനെ, റാം നാരായണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇവിടുത്തെ സംഘി കോമരങ്ങൾ തല്ലിക്കൊന്നത് നീ അറിഞ്ഞില്ലടാ നാണം കെട്ടവനെ. അതിനെപ്പറ്റി നീ ഒരു വീഡിയോ ചെയ്ത് നീ അങ്ങ് ബംഗ്ലാദേശിലേക്ക് ഫ്ലൈറ്റും പിടിച്ച് പോകുന്നതിലും ഭേദോ നിന്റെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടടാ, അത് പറ. നീ ബംഗ്ലാദേശിൽ എന്തോ നടക്കുമോ നടക്കാതിരിക്കും, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയവുമല്ല. അവിടെ എന്താ സംഭവം ഉണ്ടായെന്നുള്ള ഒരു തുടക്കം മുതൽ ഇങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും. അവിടെ പിന്നെന്താ പറയുക, ഹിന്ദു മുസ്ലിം എന്നുള്ള ഇതിലുണ്ടായ പ്രശ്നങ്ങളല്ല. അവിടെ ഒരു ഗവൺമെന്റ് 10-15 വർഷമായിട്ട് ഏകാധിപത്യത്തിനെ കൂടി ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്ക് സർക്കാരിനോടുണ്ടായ അതൃപ്തിയുടെ ഭാഗമായിട്ട് ഒരു സമരം ഉണ്ടാവുക. ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ്. കഴുതേ, നീ ഇങ്ങനെ നിന്റെ ജൽപ്പനങ്ങളിൽ നീ നിന്റെ ഭാവനയിൽ നിന്ന് കഥയുണ്ടാക്കിയിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം, റാഡിക്കൽ ഇസ്ലാം, മറ്റേ ഇസ്ലാം എന്നൊക്കെ ഇങ്ങനെ വിളമ്പുന്നത് പോലെയല്ല അവിടെ സംഭവങ്ങൾ ഉണ്ടായത്. അവിടെ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പസിനകത്ത് നടന്നൊരു വിഷയങ്ങളാണ്, മനസ്സിലായി. ആ ക്യാമ്പസിന്റെ അകത്തുനിന്ന് ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ സമരത്തെ, ആ നാട്ടിലെ ജനങ്ങളെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ ഉത്തരവിട്ടപ്പോൾ അങ്ങനെ 10-15 പേര് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ജനരോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായ വിഷയങ്ങളാണ്. കഴുതേ, അത് നീ മനസ്സിലാക്കാദ്യം, മനസ്സിലായ? അല്ലാതെ നീയൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെയല്ല അവിടെ ഉണ്ടായത്. നീ വെറും ഈ കഥ ഉണ്ടാക്കിയിട്ട് വല്ല കാലത്ത് അവിടെ നടന്ന വിഷയങ്ങൾ. എന്നിട്ടോ അവിടുത്തെ ഉള്ള ആ ഒരു എന്താ പറയാതെ അത്ര ഏകാധിപത്യത്തിനെ കൂടി 15 വർഷക്കാലം ഭരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ആ പറയുന്ന സ്ത്രീക്കടക്കം സംരക്ഷണം കൊടുക്കുന്നത് ഇന്ത്യയിലായിപ്പോൾ. അത് നമ്മൾ കാണുന്നില്ലേ കഴുതേ? അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു സ്ഥലത്ത് നീ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ഇങ്ങനെയാക്കുന്നു അങ്ങനെയാക്കുന്നു പറയുമ്പോൾ, എടാ ഹമാവി ലീഗ് എന്ന് പറയുന്ന അവിടെ മുഴുവൻ മുസ്ലിങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. ആ പാർട്ടിന്റെ നേതാക്കന്മാരെ അടക്കം കൊല്ലുന്നത് നീ കാണുന്നില്ലടാ, കണ്ടിട്ടില്ലേ? പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അല്ല അവിടുത്തെ ചാനലൊക്കെ നോക്കിയാൽ പോരെ, മനസ്സിലാവൂലേ? പിന്നെ അവിടെ എങ്ങനെ ഒരു വർഗീയ കലാപം ഉണ്ടാകുക? അല്ല ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ് കൈത നടക്കുന്നത്? നിനക്കത് അതിനെപ്പറ്റി പറയാൻ പറ്റാത്തത്? നീ രാവിലെ തന്നെ എഴുന്നേറ്റ് അങ്ങ് ബംഗ്ലാദേശിലേക്ക് ഫ്ലൈറ്റും പിടിച്ച് പോയിട്ട് അവിടുത്തെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരാന്നുണ്ടെങ്കിൽ ഇവിടെ പാവം പിടിച്ചു റാം നാരായണൻ എന്ന് പറഞ്ഞ മുഖം കണ്ടിട്ട് ഒരു മനുഷ്യനടിക്കൂല. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ വന്നിട്ട് ആ ഡോക്ടർ പോലെ കരഞ്ഞെന്ന് പറഞ്ഞ, ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പോലും, മനസ്സിലായ? അതും സംഘപരിവാരം ചോദിച്ചിട്ട് ബംഗ്ലാദേശിയാടാ എന്നിട്ട് അടിക്കുന്ന വീഡിയോസ് അടക്കം പുറത്തു വന്നില്ലടാ. നീ ഒരു വീഡിയോ ചെയ്താ എന്നിട്ട് നീ പറയൂ ഞാൻ ഇസ്ലാം വിരോധിയല്ല, ഞാൻ മുഹമ്മദ് നബിനെ കൊണ്ട് പറഞ്ഞു, ഞാൻ ഖുർആനെ കൊണ്ട് പറഞ്ഞു. നീ ഏതിനെ കൊണ്ട് പറഞ്ഞാലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പൂടെയാന്നുള്ള കാര്യം അത് മാറ്റിവെക്ക്. പക്ഷെ നീ സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഭിന്നിപ്പും ഈ വർഗീയതയും കുത്തിയങ്ങ് കയറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്, കേട്ടാ? നീ ഒരു കാര്യം എന്നാ പിന്നെ ഇന്നലെ കൊന്നുണ്ടല്ലോ, അത് റാഡിക്കൽ ഹിന്ദു എന്ന് പറയടാ, നീ പറയടാ. അല്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറയടാ. നീ എന്തായാലും എനിക്കത് പറയാൻ കഴിയുന്നില്ലേ? ഇസ്ലാമിനകത്തേ ഇതുള്ളൂ. എവിടെയെങ്കിലും ഇസ്ലാം നാമധാരികൾ എന്തെങ്കിലും ക്രൈം ചെയ്യുമ്പോൾ നീ എന്തിനാടാ ഈ മതത്തിലെ മുഴുവനായിട്ട് അങ്ങ് വെച്ച് കെട്ടാൻ നിൽക്കുന്നത്? നീ ആരാ മതത്തിന്റെ ഇസ്ലാമിന്റെ ഖലീഫയാ? നീ ഇങ്ങനെ കുറെ ഇങ്ങനെ ആക്കിയിട്ട് റാഡിക്കല് പൊളിറ്റിക്കല് തിരിക്കാൻ വേണ്ടിയിട്ട്? നിനക്കത് തേങ്ങ ഇസ്ലാമിനെ പറ്റി അറിയാ? അത് പറയാ. നീ ഇസ്ലാം എന്തെങ്കിലും എന്താ പറയുക മനുഷ്യത്വരഹിതമായ പരിപാടി എടുക്കുന്നവരാ
ഞങ്ങൾ മനുഷ്യന്മാരെ സ്നേഹിക്കുന്നവരാ, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമുദായമാണ് ഇത്. പിന്നെ ആരെങ്കിലും ആ സമുദായത്തെ എന്തെങ്കിലും ചെയ്ത് അവരെ പറയാന്നല്ലാതെ നീ ഇത് വന്നിട്ട് ഇങ്ങനെ വിളമ്പി സംഘികൾക്ക് ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, അപ്പം കുറയണം ഇവറ്റകളെ ലോകത്ത് എവിടെയുണ്ടായാലും പ്രശ്നങ്ങളാണ് എന്നൊക്കെ അങ്ങ് കുത്തിക്കുറിക്കും ഈ നാണം കെട്ടവർ. എവിടെ നിന്നിട്ടായി കുത്തിക്കുറി? ചില സമയം ഇതേ മുസ്ലിം രാജ്യത്ത് നിന്നിട്ടായിരിക്കും ഈ നാറികളൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കേണ്ട ഈ സംഖ്യകളൊക്കെ. മനസ്സിലായ? ഒരു ചൂക്കും ചുണ്ണാൻ പറയും. രാവിലെ എഴുന്നേറ്റാൽ ഇവൻ ഇങ്ങനെ വർഗീയ വിഷയം ഉണ്ടാക്കുക, ജനങ്ങളെ മനസ്സിലാക്കത്തേക്ക് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നിൽക്കുക. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞൊരു വർഷം മുമ്പ് ഒരു പ്രാർത്ഥനാ യോഗത്തിനകത്തേക്ക്, ഒരു പ്രാർത്ഥനാ സദസ്സിനകത്ത് പള്ളിക്കകത്തേക്ക് വേണ്ടി വന്നിട്ട് ഒരു ബോംബ് വെച്ചിട്ട് ഒരു 8 പേരെ കൊന്നില്ലടാ. അന്ന് നീ റാഡിക്കൽ ക്രിസ്ത്യൻസ്, പൊളിറ്റിക്കൽ ക്രിസ്ത്യൻസ്, മറ്റേ ക്രിസ്ത്യൻസ് നീ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. വീഡിയോ എന്താ നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? നീ ചെയ്താടാ അങ്ങനെ? അവിടെ ഏത് സമുദായത്തിലും ഏത് മതത്തിലായാലും ക്രൈം ചെയ്യുന്നവരെ ശിക്ഷിക്കണം. ഒരു കാരണവശാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ഒരു ഭാഗത്ത് മാത്രം ഏതെങ്കിലും പ്രതി നമ്മൾക്ക് നീ തരംതിരിച്ചിട്ട് ഇങ്ങനെ റാഡിക്കലും പൊളിറ്റിക്കലും മറ്റതും ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ നിന്റെ? എന്താ പിന്നെ എല്ലാം നീ ഉണ്ടാക്കറ? എനിക്ക് ഉണ്ടാക്കറ? നീ നിന്നിട്ട് പറയും പിന്നെ ബംഗ്ലാദേശിന്റെ കൊല, നീ അതും പറഞ്ഞായിരുന്നു. അതിന് ഫലസ്തീനിൽ നടക്കുന്ന പോലെയാ ബംഗ്ലാദേശിൽ നടക്കുന്നത് തെറ്റ്. നീ തീട്ടാറാ നിന്ന് ഭക്ഷണമല്ലേ, നീ അരി ഭക്ഷണമല്ലേ കഴിക്കുന്നു? എടാ അവര് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഫലസ്തീനിൽ നടക്കുന്നത്. അവരെ രാജ്യം ഇതിലേക്കാൻ വേണ്ടി. മറ്റേ ബംഗ്ലാദേശിൽ നടക്കുന്നത് അങ്ങനെയല്ല. അവിടെ ഭരണവർഗത്തിനെതിരെയാണ്, ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഭരണകൂടത്തിനെതിരെ പ്രശ്നങ്ങളാണ്. അത് രണ്ട് തരത്തിൽ നമ്മൾ കാണണ്ടടാ. കാണണ്ടേ? നീ പറയുന്നത് ഈ പൊട്ടത്തം തേച്ചു സംഘികൾ അങ്ങനെ തന്നെ വിഴുങ്ങും. വിവരവും വിദ്യാഭ്യാസമുള്ളത് എന്താ ചിന്തിക്കുക? ഇതിപ്പം വെറും മരക്കഴുതിയാന്നല്ലടാ ചിന്തിക്കുക, അല്ലേ? എനിക്കൊരു ക്യാമറയും തുറന്നു വെച്ച് ഒരു അടച്ചിട്ട റൂമിൽ അങ്ങ് ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് ഘോര പ്രസംഗിക്കാണ്. തിരിച്ച് ചോദിക്കാൻ ആളുണ്ടാവത്തില്ലല്ലോ. അതാണ് നിന്റെ ഇത്. അത് നമുക്കറിയാം നല്ല പോലെ. കേട്ടാ? ലേശം ചോറുന്ന ബുദ്ധി കാണിച്ചിട്ട് കാര്യങ്ങൾ പറ. ഓക്കെ? എന്നിട്ട് ഓൻ വേഗം പലസ്തീനിൽ അങ്ങനെ നിങ്ങളാക്കിയില്ലേ? ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോ അർദ്ധരാത്രി വന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ബോംബിട്ട് കൊല്ലുമ്പോൾ അതിനെതിരെ ഇവിടെ പ്രതിഷേധവും അതിന് ദുഃഖങ്ങൾ രേഖപ്പെടുത്തി ഇവർക്ക് വലിയ മാനസിക വിഷമം. എന്നിട്ട് ബംഗ്ലാദേശിലേക്ക് അങ്ങനെ ലോകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാറ്റിലും ഇപ്പൊ നമുക്ക് ഇടപെടാൻ പറ്റുമോ? പറ്റൂടാ കഴുതേ? നീ പറഞ്ഞല്ലോ നിനക്കിഷ്ടമുള്ള ഭാഗത്ത് നമ്മൾ അങ്ങ് നിൽക്കുക അല്ലേ? അതല്ലേ നിന്റെ ചിന്താഗതി? എന്നിട്ട് ഇവനെ എപ്പോഴും പറയും ഞാൻ അങ്ങനെ മുസ്ലിംസിനെ എതിർത്തോ, മുസ്ലിംസിനെ നീ എതിർത്ത് പോലും നീ പറഞ്ഞു പോലും ഇവിടെ ഞങ്ങൾക്ക് എന്ത് പോയി? നീ അവിടുന്ന് കുരച്ചോ? നീ വരച്ചു വെച്ചിട്ട് ഈ സമുദായം ഈ മുസ്ലിം അങ്ങ് ഇല്ലാണ്ടായി പോവുക. ലോകത്തുള്ള മുസ്ലിങ്ങൾ നീ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങനെ കൊണ്ടുവന്ന് നീ ഫ്ലൈറ്റ് പിടിച്ച് വേഗം ബംഗ്ലാദേശിലേക്ക് പോ. എന്നിട്ട് അവിടെ തീരുമാനം ഉണ്ടാക്കി നീ പറ്റി. മനസ്സിലായ? അവിടെ നാണം കെട്ടവനെ പള്ളി കിടന്ന് ഉറങ്ങുന്ന ഒരു മുസ്ലിയാരൊക്കെ ഒരു റിയാസ് മൗലവിയൊക്കെ അർദ്ധരാത്രിക്കാരി സംഘികൾ വെട്ടിക്കൊന്നതൊക്കെ നീ കണ്ടിട്ടില്ലടാ? കണ്ടിട്ടില്ല നീ? അത്ര നിന്റെ ഈ വികാരം ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഇന്ത്യ രാജ്യത്ത് തന്നെ എത്രമാത്രം പ്രശ്നങ്ങൾ, എത്രമാത്രം എന്താ പറയുക ബീഫ് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പച്ച മനുഷ്യന്മാരാ കൊന്നു തള്ളിയിട്ടില്ലടാ. അന്നൊക്കെ നിന്റെ ഈ റാഡിക്കലും ഈ പൊളിറ്റിക്കലും ഈ മറ്റതൊക്കെ എവിടെയും പോയത്? അപ്പുറം മറ്റതായിരിക്കൂലല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഈ പാലക്കാട് നടന്ന് അതിനകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരികൾ അതിനകത്ത് ഉൾപ്പെട്ടു പോയൊരു പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ മറ്റേ സാമാനവും പുറത്തിട്ടിട്ട് വരുമല്ലേനടാ? വരൂലേനാ? നീ ഇപ്പോ ചർച്ച നിന്നിട്ടുണ്ടാവുമോ? ഉണ്ടാവൂടാ? അപ്പൊ ആ പാവത്തിനാ ജീവിക്കാൻ വേണ്ടി വന്ന പാവങ്ങളാ. ഇനി ഏർന്ന് വന്നതാവട്ടെ. ഇവർക്കാർക്ക് എങ്ങനെ തള്ളിക്കൊള്ളാനുള്ള അധികാരം കൊടുത്ത് രാജ്യത്തൊരു നിയമ സംവിധാനം ഇല്ലടാ കഴുതേ. എനിക്ക് അതിൽ വെച്ചിട്ടൊന്ന് വീഡിയോ ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റുവാണെങ്കിൽ ഈ കുത്തിത്തിരിപ്പും ഈ വിദ്വേഷം ഉണ്ടാക്കാതെ എന്തെങ്കിലും നല്ല പറയിപ്പിക്കുക ജനങ്ങളെ കൊണ്ട്, നല്ല ഉപദേശം കൊടുക്കുക ജനങ്ങൾക്ക്. അങ്ങനെയെങ്കിലും ചിന്തിക്കട്ടെ. എല്ലാവരും ഭൂമിയിലേക്ക് എത്ര വർഷമാണ് നമ്മൾ ജീവിക്കുക? മാക്സിമം വന്നാൽ കഴുതേ എത്ര ജീവിക്കുക? ഒരു 10-70 വർഷം അല്ലേ? അതിനകത്ത് 30 വർഷം നിങ്ങൾ എങ്ങായിട്ടങ്ങ് പോയി. പിന്നെ ഇന്ന് ഉണ്ടാകിടാ കഴുതേ. അപ്പൊ നല്ല പറഞ്ഞു കൊടുക്ക്. അതിൽ മുസ്ലിം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി മുസ്ലിം എപ്പോഴും മുസ്ലിം ആക്കിയിട്ട് വരില്ല കേട്ടാ. സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നിൽക്ക്. എന്താണ് നടക്കുന്നത് അത് പറ. നമ്മളെ കണ്ണിന് മുമ്പിലതായാലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ വെറുപ്പും വിദ്വേഷത്തെ പറ്റി പറ. ബംഗ്ലാദേശിലും അങ്ങ് ഉഗാണ്ടയിലും അഫ്ഗാനിസ്ഥാനിലും രാജസ്ഥാനിലും നടക്കുന്നതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. ഓക്കെ? ഹലോ മോജൂദ്
കേട്ടാ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് ജനങ്ങൾക്ക്. ഈ രാവിലത്തെ എന്നിട്ട് ഓനിന്ന് കാലത്ത് ചെയ്ത വീഡിയോ, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് വലിയ ദുഃഖമുണ്ട് എനിക്ക്, വലിയ പ്രയാസം, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മിനിയാന്ന് പാലക്കാട് ഒരു പാവം പിടിച്ചോലെ റോഡുമ്മലിട്ടിട്ട് ആ മനുഷ്യന്റെ ആ ദയനീയാവസ്ഥ കണ്ടാൽ ഹൃദയമുള്ളവനിക്ക് അത് താങ്ങാൻ കഴിയില്ല. എന്നിട്ട് അതിനെപ്പറ്റിയിട്ട് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ബംഗ്ലാദേശിലെങ്ങാട്ടും നടന്ന് ഏതാ ഇന്ത്യക്ക് പുറത്ത്, എന്നിട്ട് അവർ പിന്നെ അത് ഞങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമായിരുന്നു, അവർ ഇന്ത്യയിലായിരുന്നു, 75 വർഷം മുമ്പേ അവർക്ക് ഇന്ത്യയിലേക്ക് വരാമായിരുന്നു, അവരെന്തുകൊണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ വിഭജിച്ചപ്പോൾ അവരുടെ കുടുംബങ്ങളൊക്കെ അവിടെ നിന്നത് കൊണ്ട് അവർക്ക് ആ ദേശത്തോടുള്ള കൂറ് കൊണ്ട്. ഇവനോട് ഇതെല്ലാം പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ആടെ നിൽക്കുന്ന എല്ലാവരും അല്ലേ? നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഫോൺ വിളിച്ചു പറഞ്ഞതേനും അവൻ മരിക്കുന്നതിന് മുമ്പേ. അല്ല, ഞാനൊരു കൊലപാതകത്തെ ന്യായീകരിക്കുന്നതും കാര്യമൊന്നുമല്ലേ, തെറ്റ് തന്നെയാ, ചട്ടത്തരം തന്നെയാ, ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. പക്ഷെ അത് ഇവിടെ ഞങ്ങളെ കണ്ണു മുമ്പിച്ച ഒരു മനുഷ്യനെ പറ്റിയ തല്ലുന്നുള്ള റോഡ് മലിട്ടിട്ട്, അതും ആരാന്ന് ചോദിക്കണം, സംഘപരിവാർ ആരാ? കിണ്ടുവിനെ സംരക്ഷിക്കാൻ, കിണ്ടുവിന് വേണ്ടിയിട്ട് രാജ്യത്ത് അങ്ങ് ഉണ്ടാക്കാൻ നടക്കുന്നവര്. എന്നിട്ട് കൊന്നത് ആര്യാ? തള്ളിയത് ഇപ്പം ആര്യാ? ആ കിണ്ടുവിനെ. മനസ്സിലായ? എനിക്കുണ്ട് അമ്മയും അച്ഛനും ഭാര്യയും 2 മക്കളൊക്കെ. ഇവന്റെ എന്തെങ്കിലും മാസങ്ങളിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ ആ പ്രതീക്ഷ കാത്തു നിൽക്കുന്ന ഒരു കുടുംബം പോറ്റാൻ വേണ്ടി വന്നവനാ. മനസ്സിലായ? അതിനും എനിക്ക് പ്രശ്നമല്ല. അത് ചെയ്യണ്ട വീഡിയോ, അത് ചർച്ചക്ക് എടുക്കണ്ട. കഷ്ടം എന്നുള്ളത് എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു, ഞാനത് വീഡിയോസ് ഇവന്റെ ആരോ ഡൗൺലോഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പം ഞാനത് കേട്ടപ്പോഴാണ് വീഡിയോ വെച്ച് സംസാരിക്കണം ഇവരോടൊക്കെ. ആ വീഡിയോ തന്നെ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. ഒരു ഭാഗം ഞാൻ വിട്ടുപോയി. ഇവനതിനകത്ത് പച്ചക്കളവ് പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇവനൊന്ന് പുറം ലോകം കാണിക്കാൻ പാടില്ല. മനസ്സിലായി? എന്നിട്ട് ഇവൻ പറയും എന്റെ പേരിൽ സർക്കാർ കള്ളക്കേസ്. എങ്ങനെയാണ് കള്ളക്കേസ് എടുക്കാൻ നിൽക്കുക? സോറി, പിന്നെ ഏതർത്ഥത്തിലാണ് നീ കള്ളക്കേസ് ഇങ്ങനെയല്ലേ പ്രചരിപ്പിക്കുക? സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളെ മനസ്സിലാക്കിയത്തേക്ക് നീ ഇന്ന് രാവിലെ ആ വീഡിയോ കൊണ്ട് എന്താ നീ ഉദ്ദേശിച്ചത്? അത് പറ. നീ ഉദ്ദേശിച്ചെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ എന്താ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ ബംഗ്ലാദേശിൽ പോകണമെന്നാ നീ പറഞ്ഞു വരുന്നത്? എന്നിട്ട് അവിടെ പറ്റി അവിടുത്തെ സർക്കാരിനെ വിളിച്ച് താഴെന്നാ? എന്താ നിന്റെ ഉദ്ദേശം? അത് പറ. നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും. ഞാനിപ്പോ ഇന്ത്യനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സംഭവത്തെ പറ്റി പറഞ്ഞ എന്റെ രാജ്യമായതുകൊണ്ട് നമുക്കൊക്കെ സ്വസ്ഥമായി ജീവിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളത് പറയുന്നു അല്ലെ? അങ്ങനെയല്ല നമ്മൾ. നീ ഇപ്പൊ ഈ രാവിലെ തന്നെ ഈ ഒരു കാര്യവുമില്ലാതെ ഹിന്ദു മുസ്ലിം എന്നാക്കിയിട്ട് നീ ഇപ്പം വന്ന് ബംഗ്ലാദേശിന്റെ വിഷയം പറഞ്ഞു. നിന്റെ ഉദ്ദേശം എന്താ? ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. എന്താ ബംഗ്ലാദേശിന്റെ ഭരണഘടന മാറ്റാൻ അവന്റെ ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഇത് വെച്ചിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഹിന്ദുക്കളെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാ, കൊന്നു തീർക്കണം എന്ന് പറയാനാ നിന്റെ മെസ്സേജ്? എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയാനാ? നീ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല എല്ലാവർക്കും. അല്ലെങ്കിൽ നീ ഇസ്ലാമിനെ ശരിയാക്കാൻ വന്നിയാ? ഇസ്ലാമിനെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി വന്ന ഇസ്ലാമിനുണ്ടായ ഖലീഫയാ? നീ പറയുന്നുണ്ടോ? നീ പുലമ്പിക്കോ. പിന്നെ നീ എപ്പോഴും പറയാൻ പാടില്ല ഞാൻ ഇസ്ലാമിനെ പറഞ്ഞു എന്നുള്ള ആ ഡയലോഗ് വേണ്ട. നീ പറഞ്ഞോ, നിന്നെപ്പോലത്തെ ചാവാലി പട്ടികള് കൊരക്കല് തുടങ്ങിയിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ മതത്തിനെ നോക്കി കൊരക്കല് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നമ്മളാരും മൈൻഡ് ചെയ്യലുമില്ല. മനസ്സിലായ? അത് ആ തരത്തിൽ അങ്ങ് വിടും. ഞാനിത് പറയുമ്പോൾ ഇനിയിപ്പം വേറെ ചിന്തിച്ചേക്കണ്ട. പക്ഷെ ഇവനോട് ഇത് പറയാൻ കഴിക്കുക. കാരണം എന്താ അറിയോ? ഇങ്ങനെ വീഡിയോ ഒന്ന് എടുത്ത് നോക്ക്, അതൊന്ന് പോയി കേട്ടിട്ട് വാ. ഒരു കാര്യവും ഇല്ല. അങ്ങനെ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് ഇല്ലേ? എത്യോപ്യയിൽ നടക്കുന്നില്ലേ? സുഡാനിൽ നടക്കുന്നില്ലേ? അതിനിപ്പോ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ആ രാജ്യവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങളല്ലേ. അതെന്തിനു ഇവിടെ പറയുന്നു? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മളെ കണ്ണു മുന്നിൽ തന്നെ നമ്മളെയൊക്കെ പ്രിയപ്പെട്ടവർ തന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇത്രയും എന്താ പറയണേ, ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് അതിനൊന്നും എനിക്ക് അഡ്രസ്സ് ചെയ്യേണ്ട. അതാ ഞാൻ പറയാം. കഴിഞ്ഞ 3 ദിവസം മുമ്പ് പാലക്കാട് നടന്ന ദയനീയാവസ്ഥ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ. നിങ്ങൾ ആ പാവം പിടിച്ച ഇങ്ങനെ നിലത്തിരുന്നിട്ട് എന്നിട്ട് ഇവറ്റകൾ അടിക്കുക. അതും ആര് ചാവാൻ കിടക്കുന്നവനൊക്കെയാണ്. 19 വയസ്സിന്റെ ഒരു തന്നെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നിൽ മോന്തം കണ്ടാൽ മതി. മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല.
അങ്ങനത്തെ പോലൊക്കെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട്. ഇനി ശിക്ഷ കിട്ടുമില്ലെന്നും എനിക്കറിയില്ല. അതിപ്പം വസ്മതിന്റെ റൈസിന്റെ അരിയും വാങ്ങിച്ചു കൊടുത്ത് നാളെ മറ്റന്നാൾ ജാമ്യത്തിൽ അവറ്റകൾ ഇറങ്ങി വരും. കാരണം എന്താ, അവറ്റകൾ ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതിയാന്നും കേസുണ്ടെന്നൊക്കെ ഇന്നത്തെ വാർത്ത പറയുന്നത് കേൾക്കുന്നത്. എന്തോ ആവട്ടെ, പക്ഷെ അവിടെ ഒരു വീഡിയോ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവൻ ഞെട്ടിയിട്ടില്ല, ഇവൻ കരഞ്ഞിട്ടില്ല. ഇവൻ ബംഗ്ലാദേശിലാറ്റം നടന്നത് കണ്ടിട്ട് ഇവൻ ഉറങ്ങിയിട്ടില്ല പോലും. ഇന്നലെ പൂനെയിലങ്ങോട്ട പോലും ഉള്ളു, ഒരു പരിപാടി പങ്കെടുക്കാൻ പോയതാ പോലും. എത്ര മാത്രം ഇവനെയൊന്നും സത്യമായിട്ട് അവർ ഒരു നട്ടലുള്ള ഗവൺമെന്റ് ഇല്ലായിട്ടാ ഇവനെയൊക്കെ ഈ വീഡിയോ വെച്ചിട്ട് തന്നെ പിടിച്ചകത്തോട്ടുള്ളൂ, ഉള്ളിലോട്ടുള്ളൂ, പുറം ലോകം കാണാറ്. കാരണം അത്ര ജനങ്ങളെ മനസ്സിലേക്ക് എന്ത് ഇട്ട് കൊടുക്കുന്നത്, ഇവൻ എന്ത് എനിക്ക് ഒരു ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല. അങ്ങനെ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് എന്ത് ബന്ധോ എനിക്കറിയില്ല. അതെന്തിനു ഇവൻ ഇപ്പം കൊണ്ട് ഇതിനകത്ത് ഇടുന്നു, എന്തിനാ ഇവന് വീഡിയോ ചെയ്യുന്നു, എന്താ ഇവന്റെ ഉദ്ദേശം? എന്നിട്ട് ഇവൻ പറയൂ ഞാൻ ഇസ്ലാമിനെ നീ പറഞ്ഞോ, നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇസ്ലാമിനെ പറഞ്ഞിട്ട് കിട്ടുന്ന ആ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അതുകൊണ്ട് നീ നക്കി ജീവിച്ചോ. ഇതൊന്നും നമുക്ക് എതിർപ്പില്ല, നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയാ, നമ്മളെ കൊണ്ട് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർക്ക് സന്തോഷം കിട്ടുമെങ്കിലും ആ സന്തോഷത്തോടൊപ്പം ഞങ്ങൾ നിൽക്കൂ, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ നിൽക്കത്തില്ല കേട്ടാ. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് മുസ്ലിങ്ങൾ അങ്ങ് പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന തെമ്മാരത്തിലുണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കണം. ഓക്കെ.